എല്ലാവർക്കും നമസ്കാരം. കെമിസ്ട്രി ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ സോളിഡ് സ്റ്റേറ്റ് എന്ന ചാപ്റ്ററാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്നത്. അതിൻ്റെ നമ്മുടെ രണ്ടാമത്തെ ക്ലാസ്സാണിന്ന്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് സോളിഡ്സിൻ്റെ പ്രത്യേകത പഠിച്ചു, ക്ലാസിഫിക്കേഷൻ പഠിച്ചു, 2 ടൈപ്സ് ഓഫ് സോളിഡ്സ് പഠിച്ചു, അമോർഫസ് സോളിഡ്സും ക്രിസ്റ്റലൈൻ സോളിഡ്സും. അത് കഴിഞ്ഞിട്ട് ഈ ക്രിസ്റ്റലൈൻ സോളിഡ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ പഠിച്ചു. പ്രധാനപ്പെട്ടൊരു കാര്യമാണിത്. മോളിക്കുലാർ സോളിഡ്സ്, അയോണിക് സോളിഡ്സ്, മെറ്റാലിക് സോളിഡ്സ്, കോവാലൻറ്റ് സോളിഡ്സ്, ഇങ്ങനെ 4 ടൈപ്പ് ക്രിസ്റ്റലൈൻ സോളിഡ്സിൻ്റെ 4 ടൈപ്സ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ക്രിസ്റ്റൽ ലാറ്റിസ് എന്താണ്. അപ്പോൾ ഈ ക്രിസ്റ്റലൈൻ സോളിഡ്സ് എന്ന് പറയുന്നത് റെഗുലർ അറേഞ്ച്മെൻ്റ് ഉള്ള സോളിഡ്സ് ആണ് ക്രിസ്റ്റലൈൻ സോളിഡ്സ് എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. എന്താണ് ക്രിസ്റ്റൽ ലാറ്റിസ് എന്ന് നോക്കാം. ദി 3 ഡയമെൻഷണൽ അറേഞ്ച്മെൻറ്റ് ഓഫ് കോൺസ്റ്റിറ്റ്യുവൻ്റ് പാർട്ടിക്കിൾസ് ഇൻ എ ക്രിസ്റ്റൽ. ഒരു ക്രിസ്റ്റലിൻ്റെ 3 ഡയമെൻഷണൽ അറേഞ്ച്മെൻറ്റ്, അതിനെയാണ് ക്രിസ്റ്റൽ ലാറ്റിസ് എന്ന് പറയുന്നത്. ദി 3 ഡയമെൻഷണൽ അറേഞ്ച്മെൻറ്റ് ഓഫ് കോൺസ്റ്റിറ്റ്യുവൻ്റ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് ആറ്റംസോ അയോൺസോ മോളിക്യൂൾസോ ആവാം. അപ്പോൾ ക്രിസ്റ്റലൈൻ സോളിഡ്സിൽ പാർട്ടിക്കിൾസ് ഒരു ഓർഡർലി അറേഞ്ച്മെൻ്റ് ആണ്. അതിൻ്റെ 3 ഡയമെൻഷണൽ റെപ്രസെൻറ്റേഷനെയാണ് ക്രിസ്റ്റൽ ലാറ്റിസ് എന്ന് പറയുന്നത്. ഒരു ക്രിസ്റ്റലിൽ അതിൽ അയോൺസോ ആറ്റംസോ മോളിക്യൂൾസോ ഒരു റെഗുലർ പാറ്റേണിൽ അറേഞ്ച് ചെയ്യുന്നതിൻ്റെ 3 ഡയമെൻഷണൽ റെപ്രസെൻറ്റേഷൻ, അതിനെയാണ് ക്രിസ്റ്റൽ ലാറ്റിസ് എന്ന് പറയുന്നത്. അതിൻ്റെ ഫിഗറാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഒരു സോഡിയം ക്ലോറൈഡ് ക്രിസ്റ്റലിൻ്റെ ഫിഗറാണ് ഇതിലുള്ളത്. അതിലെ ഓരോ കോർണേഴ്സും ലാറ്റിസ് പോയിൻ്റ് എന്നാണ് പറയുന്നത്. ആ പോയിൻ്റ് റെപ്രസെൻ്റ് ചെയ്യുന്നത് ആറ്റംസോ അയോൺസോ മോളിക്യൂൾസോ ആവാം. ഇപ്പോൾ സോഡിയം ക്ലോറൈഡിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ആ കോർണേഴ്സിലുള്ളത് സോഡിയത്തിൻ്റെയും ക്ലോറിൻ്റെയും അയോൺസ് ആയിരിക്കും. ഇനി യൂണിറ്റ് സെൽ. ഇറ്റ് ഈസ് ദി സ്മാളസ്റ്റ് പോർഷൻ ഓഫ് എ ക്രിസ്റ്റൽ ലാറ്റിസ് വിച്ച് വെൻ റിപ്പീറ്റഡ് ഇൻ ഡിഫറെൻറ്റ് ഡയറക്ഷൻസ് ജനറേറ്റ്സ് ദി എൻറ്റയർ ലാറ്റിസ്. അപ്പോൾ ഒരു ക്രിസ്റ്റൽ ലാറ്റിസിൻ്റെ ബിൽഡിംഗ് ബ്ലോക്കിനെയാണ് യൂണിറ്റ് സെൽ എന്ന് പറയുന്നത്. ഒരു ക്രിസ്റ്റൽ ലാറ്റിസിൻ്റെ ഫിഗർ നിങ്ങൾ കാണുന്നുണ്ട്. അതിൽ ബ്ലൂ കളറിലുള്ള ഷെയ്ഡാണ് ഒരു യൂണിറ്റ് സെൽ എന്ന് പറയുന്നത്. ഇങ്ങനെ കുറേ യൂണിറ്റ് സെല്ല് ചേരുമ്പോഴാണ് ഒരു ക്രിസ്റ്റൽ ലാറ്റിസ് ഉണ്ടാകുന്നത്. അപ്പോൾ യൂണിറ്റ് സെൽ എന്ന് പറയുന്നത് നമ്മുടെ ഒരു മാറ്ററിൻ്റെ ബിൽഡിംഗ് ബ്ലോക്ക് എന്ന് പറയുന്നത് ആറ്റമാണ്. എല്ലാ വസ്തുക്കളും നിർമ്മിച്ചിരിക്കുന്ന ഏറ്റവും ചെറിയ കണിക എന്ന് പറയുന്നത് ആറ്റമാണ്, ബിൽഡിംഗ് ബ്ലോക്ക് എന്ന് പറയുന്നത്. അതുപോലെ നമ്മുടെ ബോഡിയുടെ ബിൽഡിംഗ് ബ്ലോക്ക് എന്ന് പറയുന്നത് സെല്ലാണ്, കോശമാണ്. അതുപോലെ ഒരു ക്രിസ്റ്റൽ ലാറ്റിസ്, ഒരു ക്രിസ്റ്റലിൻ്റെ ബിൽഡിംഗ് ബ്ലോക്ക് എന്ന് പറയുന്ന സാധനമാണ് യൂണിറ്റ് സെൽ. ഇറ്റ് ഈസ് ദി സ്മാളസ്റ്റ് പോർഷൻ ഓഫ് എ ക്രിസ്റ്റൽ ലാറ്റിസ്. ഒരു ക്രിസ്റ്റൽ ലാറ്റിസിൻ്റെ ഏറ്റവും ചെറിയ പോർഷൻ വിച്ച് വെൻ റിപ്പീറ്റഡ് ഇൻ ഡിഫറെൻറ്റ് ഡയറക്ഷൻസ് ജനറേറ്റ്സ് ദി എൻറ്റയർ ലാറ്റിസ്. അപ്പോൾ ഇതുപോലുള്ള ക്രിസ്റ്റൽ ലാറ്റിസ് റിപ്പീറ്റ് ചെയ്ത് വരുന്നത് ഒരു പല ഡയറക്ഷനിൽ കുറേ ക്രിസ്റ്റൽസ് ഇങ്ങനെ ചേർന്ന് വരുമ്പോൾ ഒരു ക്രിസ്റ്റൽ ലാറ്റിസ് ഫോം ചെയ്യും. അപ്പോൾ ഒന്നുകൂടെ നോക്കാം. യൂണിറ്റ് സെൽ എന്ന് പറയുന്നത് ഒരു ക്രിസ്റ്റൽ ലാറ്റിസ് ഉണ്ടാക്കിയിരിക്കുന്ന ഏറ്റവും ബേസ് ആയിട്ടുള്ള സാധനമാണ് യൂണിറ്റ് സെൽ, ബിൽഡിംഗ് ബ്ലോക്ക് എന്ന് പറയാം. ഈ യൂണിറ്റ് സെല്ല്, കുറേ യൂണിറ്റ് സെല്ല് പല ഡയറക്ഷനിൽ ചേർന്ന് വരുമ്പോൾ ഒരു ക്രിസ്റ്റൽ ലാറ്റിസ് ഫോം ചെയ്യും. എന്താണ് ക്രിസ്റ്റൽ ലാറ്റിസ് എന്ന് ചോദിച്ചാൽ 3 ഡയമെൻഷണൽ അറേഞ്ച്മെൻറ്റ് ഓഫ് കോൺസ്റ്റിറ്റ്യുവൻ്റ് പാർട്ടിക്കിൾസ്. ആറ്റംസോ മോളിക്യൂൾസോ ഒരു ഡെഫിനിറ്റ് ഓർഡറിൽ അറേഞ്ച് ചെയ്യുന്നതിൻ്റെ 3 ഡയമെൻഷണൽ ഫിഗർ, ആ റെപ്രസെൻറ്റേഷനെയാണ് ക്രിസ്റ്റൽ ലാറ്റിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടും ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ഇനി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ക്രിസ്റ്റൽ ലാറ്റിസ്. ക്രിസ്റ്റൽ ലാറ്റിസിൻ്റെ പ്രത്യേകത. ഈച്ച് പോയിൻ്റ് ഇൻ എ ലാറ്റിസ് ഈസ് കാൾഡ്
ലാറ്റിസ് പോയിന്റ് ഓർ ലാറ്റിസ് സൈറ്റ്. ഇത് താഴെ ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട്. ഒരു ക്രിസ്റ്റൽ ലാറ്റിസിലെ ഒരു യൂണിറ്റ് സെല്ലിൻ്റെ ഫിഗറാണ് അതിൽ കൊടുത്തിട്ടുള്ളത്. ഇതുപോലുള്ള കുറേ യൂണിറ്റ് സെല്ല് ചേരുമ്പോൾ അതൊരു ക്രിസ്റ്റലായി മാറും, ക്രിസ്റ്റൽ ലാറ്റിസായി മാറും. ഈ ക്രിസ്റ്റലിലെ ഓരോ പോയിൻറ്റും, ആ യൂണിറ്റ് സെല്ലിൽ ഓരോ പോയിൻറ്റ്സ് നിങ്ങൾ കാണാം. ആ പോയിൻറ്റ്സിനെ പറയുന്നത് ലാറ്റിസ് പോയിൻ്റ് അല്ലെങ്കിൽ ലാറ്റിസ് സൈറ്റ് എന്നാണ്. ഈച്ച് പോയിൻ്റ് ഇൻ എ ക്രിസ്റ്റൽ ലാറ്റിസ് റെപ്രസെൻറ്റ്സ് വൺ കോൺസ്റ്റുവൻറ്റ് പാർട്ടിക്കിൾ വിച്ച് മേ ബി ആറ്റം, മോളിക്യൂൾ ഓർ അയോൺ. അപ്പോൾ ആ ഓരോ പോയിൻറ്റിനെയും ലാറ്റിസ് പോയിൻ്റ് എന്ന് പറയും. ആ ലാറ്റിസ് പോയിൻ്റ് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഒരു കോൺസ്റ്റിറ്റ്യുവൻ്റ് പാർട്ടിക്കിളിനെയാണ്. അത് ആറ്റമാവാം, മോളിക്യൂളാവാം, അല്ലെങ്കിൽ അയോൺസും ആവാം. മൂന്നാമത്തെ പ്രത്യേകത, ലാറ്റിസ് പോയിൻറ്റ്സ് ആർ ജോയിൻഡ് ബൈ സ്ട്രെയിറ്റ് ലൈൻസ് ടു ബ്രിങ് ഔട്ട് ദി ജോമെട്രി ഓഫ് ദി ലാറ്റിസ്. ഈ ലാറ്റിസ് പോയിൻ്റ് എല്ലാം സ്ട്രെയിറ്റ് ലൈൻ മുഖേനയാണ് ബന്ധിപ്പിച്ചിരിക്കുന്നത്. ആ ഫിഗർ നോക്കിയാൽ നിങ്ങൾ കാണാം, ഇതിൽ 8 ലാറ്റിസ് പോയിൻറ്റ്സ് ഉണ്ട്. ആ 8 കോൺസ്റ്റൻറ്റ് പാർട്ടിക്കിൾസിനെയും സ്ട്രെയിറ്റ് ലൈൻ മുഖേന ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലാറ്റിസ് പോയിൻറ്റ്സ് ആർ ജോയിൻഡ് ബൈ സ്ട്രെയിറ്റ് ലൈൻസ് ടു ബ്രിങ് ഔട്ട് ദി ജോമെട്രി ഓഫ് ദി ലാറ്റിസ്. അപ്പോൾ ഇങ്ങനെ ജോയിൻ ചെയ്ത് സ്ട്രെയിറ്റ് ലൈൻ മുഖേന ജോയിൻ ചെയ്ത് എടുക്കുമ്പോൾ അതിന് ക്രിസ്റ്റൽ ലാറ്റിസിന് ഒരു ഫിക്സഡ് ജോമെട്രി, ഒരു ഷേപ്പ് കൈവരുന്നു. ഇതാണ് ക്രിസ്റ്റൽ ലാറ്റിസിൻ്റെ പ്രത്യേകത. ക്രിസ്റ്റൽ ലാറ്റിസിലെ ഓരോ പോയിൻറ്റ്സിനെയും ലാറ്റിസ് പോയിൻറ്റ്സ് എന്ന് പറയും. അതായത് ഓരോ കോൺസ്റ്റൻറ്റ് പാർട്ടിക്കിൾസിൻ്റെ റെപ്രസെൻറ്റേഷനെ ലാറ്റിസ് പോയിൻറ്റ്സ് എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ ലാറ്റിസ് സൈറ്റ് എന്ന് പറയാം. ആ ഓരോ കോൺസ്റ്റൻറ്റ് പാർട്ടിക്കിളും ആറ്റമാവാം, മോളിക്യൂളാവാം, അല്ലെങ്കിൽ അയോൺസ് ആകാം. ഈ കോൺസ്റ്റൻറ്റ് പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ ലാറ്റിസ് പോയിൻറ്റ്സിനെ സ്ട്രെയിറ്റ് ലൈൻ മുഖേന ബന്ധിപ്പിച്ച് അതിനൊരു ഫിക്സഡ് ജോമെട്രി, ഒരു ഷേപ്പ് കൊടുക്കുന്നു. ഇതാണ് ലാറ്റിസിനെ കുറിച്ച്, ക്രിസ്റ്റൽ ലാറ്റിസിനെ കുറിച്ച് പഠിക്കാനുള്ളത്. അടുത്തത് നമ്മുടെ യൂണിറ്റ് സെൽ, അതിൻ്റെ പാരാമീറ്റേഴ്സ്. ഇപ്പോൾ യൂണിറ്റ് സെൽ എന്താണെന്നറിയാം. ഒരു ക്രിസ്റ്റൽ ലാറ്റിസ് ഉണ്ടാക്കിയിരിക്കുന്ന ബിൽഡിംഗ് ബ്ലോക്ക്, അതിൻ്റെ അടിസ്ഥാന ഘടകമാണ് യൂണിറ്റ് സെൽ. അപ്പോൾ ഈ യൂണിറ്റ് സെല്ലിൻ്റെ ഒരു ഫിഗറാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഇതിൽ ലെങ്ത്, ബ്രെഡ്ത്ത് ഉണ്ട്, ഹൈറ്റ് ഉണ്ട്. അപ്പോൾ എ എന്ന് പറയുന്ന പോർഷൻ നിങ്ങൾക്ക് ആ ഫിഗറിൽ നോക്കുക. അതിലെ സ്മോൾ ലെറ്റർ എ എന്ന് കുറിച്ചിരിക്കുന്നത് ഈ ഒരു യൂണിറ്റ് സെല്ലിൻ്റെ ബ്രെഡ്ത്ത് അല്ലെങ്കിൽ വിഡ്ത്ത്, അതിനെയാണ് എ കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഈ യൂണിറ്റ് സെല്ലിൻ്റെ ലെങ്ത് ആണ് ബി. ഇനി ഇതിൻ്റെ ഹൈറ്റിനെ സി എന്ന ലെറ്റർ കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നു. അപ്പോൾ ഫിഗർ നോക്കുക, ഇതൊരു 3 ഡയമെൻഷണൽ ഫിഗറാണ്. ഒരു യൂണിറ്റ് സെല്ലിൻ്റെ 3 ഡയമെൻഷണൽ ഫിഗറാണ്. ഇപ്പോൾ യൂണിറ്റ് സെൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മുടെ മനസ്സിൽ ഒരു ക്യൂബ്, ഒരു ബോക്സ്, അതിനെ ഒന്ന് ഇമാജിൻ ചെയ്യുക. അപ്പോൾ അതിൽ ലെങ്ത് ഉണ്ടാവും, ബ്രെഡ്ത്ത് ഉണ്ടാവും, ഹൈറ്റ് ഉണ്ടാവും. അപ്പോൾ അതിൽ ലെങ്ത് സൂചിപ്പിക്കാനാണ് എ എന്ന് പറയുന്ന ലെറ്റർ ഉപയോഗിക്കുന്നത്. ബ്രെഡ്ത്ത് സൂചിപ്പിക്കാനാണ് എ എന്ന് പറയുന്ന ലെറ്റർ ഉപയോഗിക്കുന്നത്. ലെങ്ത് സൂചിപ്പിക്കുന്നത് ബിയും ഇതിൻ്റെ ഹൈറ്റ് സൂചിപ്പിക്കുന്നത് സിയുമാണ്. ഇനി എയുടെ നേരെ ഓപ്പോസിറ്റുള്ള ആംഗിൾ, അതായത് ബിക്കും സിക്കും ഇടയിലുള്ള ആംഗിൾ, അതിനെ ആൽഫ എന്ന് സൂചിപ്പിക്കുന്നു. അതായത് എയുടെ ആംഗിൾ എന്ന് വിചാരിച്ചാൽ മതി. ബിക്കും സിക്കും ഇടയിലുള്ള ആംഗിൾ ആൽഫയും എക്കും സിക്കും ഇടയിലുള്ള ആംഗിൾ ബീറ്റായും എക്കും ബിക്കും ഇടയിലുള്ള ആംഗിൾ ഗാമ എന്നും റെപ്രസെൻ്റ് ചെയ്യുന്നു. അപ്പോൾ ഇതാണ് യൂണിറ്റ് സെല്ലിൻ്റെ പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ യൂണിറ്റ് സെല്ലിൻ്റെ പ്രത്യേകത, ഇതൊരു 3 ഡയമെൻഷണൽ ഫിഗറാണ്. അതിന് ലെങ്ത് ഉണ്ടാവും, ബ്രെഡ്ത്ത് ഉണ്ടാവും, ഹൈറ്റ് ഉണ്ടാവും. ലെങ്തിനെ സൂചിപ്പിക്കുന്നത് ബി എന്ന് പറയുന്ന ലെറ്റർ കൊണ്ട്, ബ്രെഡ്ത്ത് എ എന്ന് പറയുന്ന ലെറ്റർ കൊണ്ട്, ഹൈറ്റ് സി എന്ന് പറയുന്ന ലെറ്റർ കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. ഇനി ഇവ തമ്മിലുള്ള ആംഗിൾ, അതായത് ബിയും സിയും തമ്മിലുള്ള ആംഗിൾ, ലെങ്തും ഹൈറ്റും തമ്മിലുള്ള ആംഗിൾ ആൽഫ എന്ന് പറയുന്ന ലെറ്റർ കൊണ്ട് സൂചിപ്പിക്കുന്നു. ബിക്കും സിക്കും ഇടയിലുള്ള ആംഗിൾ ആൽഫയും
എക്കും സിക്കും ഇടയിലുള്ള ആംഗിളിനെ ബീറ്റ എന്നും എക്കും ബിക്കും ഇടയിലുള്ള ആംഗിളിനെ ഗാമ എന്നും റെപ്രസെൻ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു യൂണിറ്റ് സെല്ലിനെ ക്യാരക്ടറൈസ് ചെയ്യുന്നത് ഈ 6 പാരാമീറ്റേഴ്സാണ്. അതിൻ്റെ 3 സൈഡ് എ ബി സിയും അതിൻ്റെ 3 ആംഗിൾ ആൽഫ ബീറ്റ ഗാമ. അപ്പോൾ ഈ ആംഗിളും സൈഡും അതിൻ്റെ വ്യത്യാസത്തിനനുസരിച്ച് ഈ യൂണിറ്റ് സെല്ലിനെ പലതായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് അടുത്ത മുന്നോട്ടുള്ള ക്ലാസ്സിൽ നമ്മൾ കൂടുതൽ പഠിക്കും. അപ്പോൾ ഈ 6 പാരാമീറ്റേഴ്സാണ് ഒരു യൂണിറ്റ് സെല്ലിനെ ക്യാരക്ടറൈസ് ചെയ്യുന്നത്. അങ്ങനെ പലതരത്തിലുള്ള യൂണിറ്റ് സെല്ല് ഉണ്ട്. ഇനി നമുക്ക് ക്ലാസിഫിക്കേഷൻ ഓഫ് യൂണിറ്റ് സെൽ നോക്കാം. യൂണിറ്റ് സെല്ലിൻ്റെ ക്ലാസിഫിക്കേഷൻ. ഒന്നാമത്തത് പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ. അപ്പോൾ യൂണിറ്റ് സെൽ എന്ന് പറയുന്നത് ഒരു ക്രിസ്റ്റലൈൻ സോളിഡിൻ്റെ ബിൽഡിംഗ് ബ്ലോക്കാണ്. കുറേ യൂണിറ്റ് സെല്ല് ചേരുമ്പോഴാണ് ഒരു ക്രിസ്റ്റലൈൻ സോളിഡ് ഉണ്ടാകുന്നത്. അപ്പോൾ പലതരത്തിലുള്ള യൂണിറ്റ് സെല്ലുണ്ട്. അതിലൊന്നാണ് പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ. എന്താണെന്ന് നോക്കാം. പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ കോൺസ്റ്റുവൻ്റ് പാർട്ടിക്കിൾസ് ആർ പ്രസൻറ്റ് ഓൺലി അറ്റ് ദി കോർണേഴ്സ്. ഫിഗർ കാണാം നിങ്ങൾക്ക്. പ്രിമിറ്റീവ് യൂണിറ്റ് സെല്ലിൻ്റെ ഇതിൻ്റെ മറ്റൊരു പേര് സിമ്പിൾ യൂണിറ്റ് സെൽ എന്നും പറയും. പ്രിമിറ്റീവ് അല്ലെങ്കിൽ സിമ്പിൾ യൂണിറ്റ് സെൽ. ഇതിലെ കോൺസ്റ്റുവൻ്റ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് കോർണേഴ്സിൽ മാത്രമായിരിക്കും. ഇതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇപ്പോൾ പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ അല്ലെങ്കിൽ സിമ്പിൾ യൂണിറ്റ് സെൽ എന്ന് പറയുന്നത് ദെയർ കോൺസ്റ്റുവൻ്റ് പാർട്ടിക്കിൾസ്, അതായത് ആറ്റംസോ അയോൺസോ മോളിക്യൂൾസോ ആണ് ഇതിൻ്റെ കോൺസ്റ്റുവൻ്റ് പാർട്ടിക്കിൾ എന്ന് പറയുന്നത്. ഈ കോൺസ്റ്റുവൻ്റ് പാർട്ടിക്കിൾ കോർണേഴ്സിൽ മാത്രമായിരിക്കും കാണുന്നത്. ആ ഫിഗറിൽ നോക്കിയാൽ അറിയാം 8 കോർണറുണ്ട്. ഓരോ കോർണറിലും 8 കോർണറിലും ഓരോന്ന് വെച്ചിട്ട്. ഇതാണ് പ്രിമിറ്റീവ് യൂണിറ്റ് സെല്ലിൻ്റെ സ്ട്രക്ചർ. എല്ലാ കോർണറിലും ഓരോ കോൺസ്റ്റൻറ്റ് പാർട്ടിക്കിൾ കാണും, ആറ്റംസോ അയോൺസോ. ഇനി രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ബോഡി സെൻറ്റേർഡ് യൂണിറ്റ് സെൽ. ബോഡി സെൻറ്റേർഡ് യൂണിറ്റ് സെല്ലിൻ്റെ പ്രത്യേകത, നമ്മൾ നേരത്തെ പ്രിമിറ്റീവ് പറഞ്ഞതുപോലെ ഓരോ കോർണറിലും ഓരോന്ന് വെച്ചുണ്ടാകും. ഇതിനെ കൂടാതെ ഇതിൻ്റെ ബോഡി സെൻറ്ററിൽ ഒരു കോൺസ്റ്റൻറ്റ് പാർട്ടിക്കിൾ കാണും. അപ്പോൾ 8 കോർണറിലും ഓരോ പാർട്ടിക്കിൾസ് ഉണ്ട്. അതിനെ കൂടാതെ ഈ 8 ഫേസിൻ്റെയും ഈ ക്യൂബിൻ്റെ ഫേസിൻ്റെ സെൻറ്ററിൽ ഒരു പാർട്ടിക്കിൾ. അതിൻ്റെ 3 ഡയമെൻഷണൽ ഫിഗറാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. 2 ഫിഗറുണ്ട്. ആ 2 ഫിഗർ നോക്കുമ്പോഴത്തേക്കും ആ ബോഡി സെൻറ്റേർഡ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. ആ കോർണറിൽ വരുന്നത് റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ട്. ആ ക്യൂബിൻ്റെ നടുക്ക് വരുന്നതും റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ബോഡി സെൻറ്റേർഡ് യൂണിറ്റ് സെൽ എന്ന് പറയുന്നത്. ഓരോ കോർണറിലും ഓരോന്ന് കാണും. അതിനെ കൂടാതെ ഇതിൻ്റെ ബോഡി സെൻറ്ററിൽ, അതായത് നമ്മൾ ഈ ഒരു ക്യൂബാണ് എടുക്കുന്നതെങ്കിൽ അതിൻ്റെ നടുക്ക് ഭാഗത്ത് ഒരു പാർട്ടിക്കിളും കൂടെ കാണും. ഇതാണ് ബോഡി സെൻറ്റേർഡ് യൂണിറ്റ് സെൽ എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തത് ഫേസ് സെൻറ്റേർഡ് യൂണിറ്റ് സെൽ. ഇതിലും കോർണറിൽ 8 എണ്ണം ഉണ്ടാകും. അതിനെ കൂടാതെ 1 പാർട്ടിക്കിൾ പ്രസൻറ്റ് അറ്റ് ദി സെൻറ്റർ ഓഫ് ഈച്ച് ഫേസ്. അപ്പോൾ കോർണേഴ്സിലുള്ള കോൺസ്റ്റൻറ്റ് പാർട്ടിക്കിളിനെ കൂടാതെ ഓരോ ഫേസിലും ഓരോ പാർട്ടിക്കിൾ കാണും. അപ്പോൾ ഒരു ക്യൂബ് എടുക്കുകയാണെങ്കിൽ അതിന് 6 ഫേസ് കാണും, 6 മുഖം കാണും. നിങ്ങളൊരു ബോക്സ് മനസ്സിൽ വിചാരിച്ചാൽ മതി. അതിൽ 6 വശങ്ങൾ, 6 മുഖങ്ങൾ കാണും, 6 ഫേസ്. അതിലെ ഓരോ ഫേസിൻ്റെയും സെൻറ്ററിൽ ഓരോ പാർട്ടിക്കിൾ. അതിൻ്റെ 2 ഫിഗർ കൊടുത്തിട്ടുണ്ട്, നോക്കുക. കോർണറിൽ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത് പച്ച കളറിലും ഓരോ ഫേസിൻ്റെ സെൻറ്ററിലും വരുന്നതിന് നീല കളർ കൊണ്ടും റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫേസ് സെൻറ്റേർഡ് യൂണിറ്റ് സെല്ലിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിലെ കോൺസ്റ്റുവൻ്റ് പാർട്ടിക്കിൾസ്, അതായത് ആറ്റംസോ അയോൺസോ 8 കോർണറിലും ഓരോന്ന് കാണും. അതിനെ കൂടാതെ ഓരോ ഫേസ്, അതിന് 6 ഫേസ് ഉണ്ട്. 6 ഫേസിൻ്റെയും സെൻറ്ററിൽ ഓരോ പാർട്ടിക്കിൾ വരുന്ന
യൂണിറ്റ് സെല്ലിനെയാണ് ഫേസ് സെൻറ്റേർഡ് യൂണിറ്റ് സെൽ എന്ന് പറയുന്നത്. ഇനി നാലാമത്തത് എൻഡ് സെൻറ്റേർഡ് യൂണിറ്റ് സെൽ. അപ്പോൾ 4 ടൈപ്പാണുള്ളത്. അതിൽ അവസാനത്തെ ടൈപ്പാണ് എൻഡ് സെൻറ്റേർഡ്. ഇതിലും 8 കോർണറിലും നേരത്തെ പോലെ തന്നെ ഓരോന്ന് വീതമുണ്ട്. ഇതിനെ കൂടാതെ ഏതെങ്കിലും 2 ഓപ്പോസിറ്റ് സൈഡ്സ്, ഓരോ ഓപ്പോസിറ്റ് ഫേസിൽ ഓരോ പാർട്ടിക്കിൾ കാണും. വൺ കോൺസ്റ്റൻറ്റ് പാർട്ടിക്കിൾ അറ്റ് ദി സെൻറ്റർ ഓഫ് എനി 2 ഓപ്പോസിറ്റ് ഫേസസ് ബിസൈഡ്സ് ദി ഓൺസ് അറ്റ് ഇറ്റ്സ് കോർണേഴ്സ്. കോർണറിലുള്ള പാർട്ടിക്കിൾസിനെ കൂടാതെ ഏതെങ്കിലും 2 ഫേസിൽ, അതായത് ഓപ്പോസിറ്റ് വരുന്ന 2 ഫേസിൽ സെൻറ്ററിലായിട്ട് ഓരോ പാർട്ടിക്കിൾ വീതം കാണും. അപ്പോൾ ഇതിൽ 8 കോർണർ കൂടാതെ 2 പാർട്ടിക്കിൾ കൂടുതലായിട്ട് കാണും. അത് ഏതെങ്കിലും 2 ഓപ്പോസിറ്റ് ഫേസസിൻ്റെ സെൻറ്ററിലായിട്ട് 2 പാർട്ടിക്കിൾ കാണും. അതിൽ ഫിഗർ ഇതാ കൊടുത്തിട്ടുണ്ട്. ഇതിൽ മുകളിലും താഴെയുമായിട്ട് 2 പാർട്ടിക്കിൾസ് കൊടുത്തിട്ടുള്ളത് കാണാം. അപ്പോൾ ഇതാണ് 4 ടൈപ്പ് യൂണിറ്റ് സെൽ എന്ന് പറയുന്നത്. ഒരിക്കൽ കൂടെ നോക്കാം. യൂണിറ്റ് സെല്ലിൻ്റെ 4 ക്ലാസിഫിക്കേഷൻ. ഒന്ന് പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ, അതിന് സിമ്പിൾ യൂണിറ്റ് സെൽ എന്നാണ് പറയുന്നത്. ഓരോ കോർണറിലും ഓരോ പാർട്ടിക്കിൾസ് വെച്ച് കാണും. കോൺസ്റ്റൻറ്റ് പാർട്ടിക്കിൾസ് ആർ പ്രസൻറ്റ് ഓൺലി ഓൺ ദി കോർണേഴ്സ്. കോർണേഴ്സിൽ മാത്രമേ പാർട്ടിക്കിൾസ് ഉള്ളൂ. രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് ബോഡി സെൻറ്റേർഡ്. കോർണേഴ്സിലുള്ള പാർട്ടിക്കിൾസിനെ കൂടാതെ ഈ ക്യൂബിൻ്റെ സെൻറ്ററിൽ ഉള്ളിലായിട്ട് ഒരു പാർട്ടിക്കിൾ കാണും. ഇതാണ് ബോഡി സെൻറ്റേർഡ് യൂണിറ്റ് സെൽ എന്ന് പറയുന്നത്. കോർണറിലുള്ളതിനെ കൂടാതെ ഒരെണ്ണം അഡീഷണൽ, അത് അതിൻ്റെ ബോഡി സെൻറ്ററിലായിരിക്കും. മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഫേസ് സെൻറ്റേർഡ്. അതായത് കോർണറിലുള്ള പാർട്ടിക്കിൾസിനെ കൂടാതെ ഓരോ ഫേസിൻ്റെയും സെൻറ്ററിൽ ഓരോന്ന്. അങ്ങനെ 6 ഫേസ് ഉണ്ട്. അപ്പോൾ 6 ഫേസിൻ്റെയും സെൻറ്ററിൽ ഓരോ പാർട്ടിക്കിൾസ്. നാലാമത്തത് എൻഡ് സെൻറ്റേർഡ്. ഇതിൽ കോർണേഴ്സിലെ കൂടാതെ ഓപ്പോസിറ്റ് ഫേസിൽ ഏതെങ്കിലും 2 വശത്ത്, ഓപ്പോസിറ്റായിട്ട് വരുന്ന 2 വശങ്ങളിലെ സെൻറ്ററിൽ ഓരോ പാർട്ടിക്കിൾ വരും. ഇതാണ് എൻഡ് സെൻറ്റേർഡ് ക്യൂബിക് ലാറ്റിസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് 7 ടൈപ്സ് ഓഫ് പ്രിമിറ്റീവ് യൂണിറ്റ് സെൽസ് നോക്കാം. ഈ യൂണിറ്റ് സെൽസിൻ്റെ ക്ലാസിഫിക്കേഷനാണ്. പ്രിമിറ്റീവ് യൂണിറ്റ് സെല്ലിനെ 7 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഇപ്പോൾ പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ എന്താണെന്ന് നമ്മൾ പഠിച്ചു. ഓരോ കോർണറിലും ഓരോ പാർട്ടിക്കിൾസ് കോർണറിൽ മാത്രം കാണപ്പെടുന്ന യൂണിറ്റ് സെല്ലിനെയാണ് പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ അല്ലെങ്കിൽ സിമ്പിൾ യൂണിറ്റ് സെൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ 7 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്നാമത്തത് ക്യൂബിക്. അപ്പോൾ ക്യൂബിക് ലാറ്റിസ് എന്ന് പറയാം, അല്ലെങ്കിൽ ക്യൂബിക് യൂണിറ്റ് സെൽ എന്ന് പറയാം. വേറൊരു പേര് ഐസോമെട്രിക് എന്നും പറയാം. ഫിഗർ നോക്കുക. ഇതിൻ്റെ പ്രത്യേകത all sides are equal and all angles are equal. അപ്പോൾ ക്യൂബിക് ലാറ്റിസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാ സൈഡും ഈക്വൽ ആയിരിക്കും. അതായത് നമ്മുടെ 6 പാരാമീറ്റേഴ്സ് നമ്മൾ പഠിച്ചു. എ ബി സി ആൽഫ ബീറ്റ ഗാമ. അതായത് 3 സൈഡ് എ ബി സി എന്ന് പറയുന്നത് ഈക്വൽ ആയിരിക്കും. 3 ആംഗിൾ ആൽഫ ബീറ്റ ഗാമ, ഈ 3 ആംഗിളും 90 ഡിഗ്രി ആയിരിക്കും. all 3 axes are equal in length and all are perpendicular to one another. 3 സൈഡും ലെങ്തും ബ്രെഡ്ത്തും ഹൈറ്റും ഈക്വൽ ആണ്. അത് 3ഉം പെർപെൻഡിക്കുലർ ആണ്. അതുകൊണ്ട് അവിടുത്തെ ആംഗിൾ ഈക്വൽ ആയിരിക്കും, 90 ഡിഗ്രി ആയിരിക്കും. ക്യൂബിക് ക്രിസ്റ്റൽ ലാറ്റിസിന് എക്സാമ്പിളാണ് സോഡിയം ക്ലോറൈഡ്. ഇനി രണ്ടാമത് വരുന്നത് ടെട്രാഗണൽ ക്രിസ്റ്റൽ ലാറ്റിസ്. ഇതിൻ്റെ പ്രത്യേകത 2 of the 3 sides are equal in length. നമ്മുടെ എ ബി സി എന്ന് പറയുന്ന
3 സൈഡുണ്ട്, ലെങ്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ്. അതിൽ ഏതെങ്കിലും 2 സൈഡ് ഈക്വൽ ആയിരിക്കും, മൂന്നാമത്തെ സൈഡ് അൺഈക്വൽ ആയിരിക്കും. എ ഈക്വൽ ടു ബി ബട്ട് നോട്ട് ഈക്വൽ ടു സി. എയും ബിയും ചിലപ്പോൾ ഈക്വൽ ആയിരിക്കും, പക്ഷേ സി വ്യത്യാസമായിരിക്കും. അതാണ് ടെട്രാഗണലിൻ്റെ പ്രത്യേകത. പക്ഷേ 3 ആക്സിസും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണ്, അതുകൊണ്ട് തന്നെ 3 ആംഗിളും ഈക്വൽ ആണ്, അത് 90 ഡിഗ്രി ആണ്. അപ്പോൾ ക്യൂബിക് ലാറ്റിസിൻ്റെ പ്രത്യേകത 3 സൈഡും ഈക്വൽ ആയിരിക്കും, 3 ആംഗിളും ഈക്വൽ ആയിരിക്കും, അത് 90 ഡിഗ്രി ആയിരിക്കും. ടെട്രാഗണലിൻ്റെ പ്രത്യേകത ഏതെങ്കിലും 2 സൈഡ് ഈക്വൽ ആയിരിക്കും, 3 ആംഗിളും 90 ഡിഗ്രിയുമായിരിക്കും. ഇനി മൂന്നാമത്തത് ഓർത്തോറോംബിക് ക്രിസ്റ്റൽ ലാറ്റിസ്. ഓർത്തോറോംബിക്കിൻ്റെ പ്രത്യേകത 3 സൈഡും ഈ വ്യത്യസ്ത ലെങ്ത് ആയിരിക്കും. ഓൾ 3 ആക്സിസ് ആർ അൺഈക്വൽ ഇൻ ലെങ്ത്. ലെങ്തും ബ്രെഡ്ത്തും ഹൈറ്റും വ്യത്യാസമായിരിക്കും, പക്ഷേ അത് മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് ആംഗിൾ എല്ലാം ഈക്വൽ ആയിരിക്കും, 90 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഓർത്തോറോംബിക്കിൻ്റെ പ്രത്യേകത 3 സൈഡും അൺഈക്വൽ ആണ്, വ്യത്യസ്ത ലെങ്ത് ആണ്, പക്ഷെ 3 ആംഗിളും സെയിം ആണ്, 90 ഡിഗ്രിയാണ്. ഇതാണ് ഓർത്തോറോംബിക്കിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇപ്പോൾ പഠിച്ച 3 എണ്ണവും ആംഗിൾ എല്ലാം 90 ഡിഗ്രിയാണ്, ആംഗിൾ എല്ലാം സെയിം ആണ്, അത് 90 ഡിഗ്രിയാണ്. സൈഡ് വ്യത്യാസമുണ്ട്. ഇനി ഉള്ളത് ആംഗിളിൽ വ്യത്യാസമുള്ളതാണ് ഹെക്സഗണൽ ലാറ്റിസ് എന്ന് പറയുന്നത്. ഹെക്സഗണൽ ലാറ്റിസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഓഫ് 4 ആക്സിസ് 3 ആർ ഓഫ് ഈക്വൽ ലെങ്ത് ആർ സെപ്പറേറ്റഡ് ബൈ ഈക്വൽ ആംഗിൾസ്. ഇതിൻ്റെ പ്രത്യേകത എയും ബിയും ഈക്വൽ ആയിരിക്കും, സി എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ ആയിരിക്കും. അതായത് ഏതെങ്കിലും 2 വശം ലെങ്തോ ബ്രെഡ്ത്തോ ഏതെങ്കിലും സെയിം ആയിട്ട് വരാം, ഒരു വശം വ്യത്യസ്തമായിട്ട് വരാം. ഏതെങ്കിലും 2 ആംഗിൾ പെർപെൻഡിക്കുലർ ആയിരിക്കും, 90 ഡിഗ്രി ആയിരിക്കും, മൂന്നാമത്തെ ആംഗിൾ 120 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഹെക്സഗണലിൻ്റെ പ്രത്യേകത എ ഈക്വൽ ടു ബി നോട്ട് ഈക്വൽ ടു സി. ഏതെങ്കിലും 2 വശം തുല്യമായിരിക്കും, 2 ആംഗിൾ തുല്യമായിരിക്കും. ആൽഫയും ബീറ്റയും 90 ഡിഗ്രി ആണെങ്കിൽ ഗാമ എന്ന് പറയുന്നത് 120 ഡിഗ്രി ആയിരിക്കും. ഇതാണ് ഹെക്സഗണൽ ക്രിസ്റ്റൽ ലാറ്റിസ് എന്ന് പറയുന്നത്. അടുത്തത് ട്രൈക്ലിനിക്. ട്രൈക്ലിനിക്കിൻ്റെ പ്രത്യേകത ആൾ 3 ആക്സിസ് ആർ അൺഈക്വൽ ഇൻ ലെങ്ത്. 3 സൈഡും വ്യത്യസ്തമായിരിക്കും, 3 ആംഗിളും വ്യത്യസ്തമായിരിക്കും. ഇതാണ് ട്രൈക്ലിനിക്കിൻ്റെ പ്രത്യേകത. അതിൻ്റെ ഫിഗർ കൊടുത്തിട്ടുണ്ട്. എയും ബിയും സിയും വ്യത്യസ്തമായിരിക്കും, ആൽഫ ബീറ്റ ഗാമ 3ഉം വ്യത്യാസമായിരിക്കും, ഒരിക്കലും 90 ഡിഗ്രി ആയിരിക്കില്ല. അടുത്തത് മോണോക്ലിനിക്. മോണോക്ലിനിക്കിൻ്റെ പ്രത്യേകത ആൾ 3 ആക്സിസ് ആർ അൺഈക്വൽ ഇൻ ലെങ്ത്. 3 ലെങ്തും 3 ആക്സിസും അൺഈക്വലാണ്. 2 ആക്സിസ് ആർ പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ. 2 എണ്ണം പെർപെൻഡിക്കുലർ ആണ്, അപ്പോൾ 2 എണ്ണം 90 ഡിഗ്രി ആയിരിക്കും, 2 ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും, മൂന്നാമത്തെ ആംഗിൾ നോട്ട് ഈക്വൽ ടു 90 ഡിഗ്രി ആയിരിക്കും. ഇതാണ് മോണോക്ലിനിക്കിൻ്റെ പ്രത്യേകത. അപ്പോൾ മോണോക്ലിനിക് എന്ന് പറയുന്നത് 3 ലെങ്തും വ്യത്യാസമാണ്, ലെങ്തും ബ്രെഡ്ത്തും ഹൈറ്റും വ്യത്യാസമാണ്, ഏതെങ്കിലും 2 ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. ഇതാണ് മോണോക്ലിനിക്കിൻ്റെ പ്രത്യേകത. ഇനി അവസാനമായിട്ട് റോംബോ ഹെഡ്രൽ, ഇതിനെ ട്രൈഗണൽ എന്നും പറയാം. ഇതിൻ്റെ പ്രത്യേകത ഓൾ 3 ആക്സിസ് ആർ ഓഫ് ഈക്വൽ ലെങ്ത്. എല്ലാ ആക്സിസും ഈക്വൽ ലെങ്ത് ആണ്, അതായത് ലെങ്തും ബ്രെഡ്ത്തും ഹൈറ്റും സെയിം ആണ്, പക്ഷേ ആംഗിൾ വ്യത്യാസമാണ്. ബട്ട് ദ ക്രിസ്റ്റൽ ഫേസസ് all 3 axes are of equal length and none of the axis is perpendicular to another.
ഒരു ആക്സിസും പെർപെൻഡിക്കുലർ അല്ല, അപ്പോൾ 90 ഡിഗ്രി ആയിരിക്കില്ല ഇവിടുത്തെ ആംഗിൾ. ഇതാണ് റോംബോഹെഡ്രലിൻ്റെ പ്രത്യേകത. എയും ബിയും സിയും ഈക്വലാണ്, പക്ഷേ ആൽഫ ബീറ്റ ഗാമ അത് ആംഗിൾ സെയിം ആയിരിക്കും, പക്ഷേ അത് 90 ഡിഗ്രി ആയിരിക്കത്തില്ല. ഇതാണ് 7 ടൈപ്സ് ഓഫ് യൂണിറ്റ് സെൽസ് എന്ന് പറയുന്നത്. ഇത് പഠിച്ചെടുക്കാൻ കുറച്ചൊന്ന് പാടായിട്ട് ചിലപ്പോൾ തോന്നാം. ഒരിക്കൽ കൂടെ നോക്കുക. ഒന്നാമത്തത് ക്യൂബിക് ലാറ്റിസ്. ക്യൂബ് നമുക്കറിയാം, ക്യൂബിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാ സൈഡും ഈക്വൽ ആയിരിക്കും, എല്ലാ ആംഗിളും ഈക്വൽ ആയിരിക്കും. അത് തന്നെയാണ് ക്യൂബിക് ലാറ്റിസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. 3 സൈഡും ഈക്വൽ ആയിരിക്കും, 3 ആംഗിളും ഈക്വൽ ആയിരിക്കും. അപ്പോൾ ആദ്യത്തെ 7 ടൈപ്സിൽ ആദ്യത്തെ 3ൻ്റെയും പ്രത്യേകത, 3ൻ്റെയും ആംഗിൾ ആൽഫ ബീറ്റ ഗാമ എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ്. അതിൽ ക്യൂബിക് ലാറ്റിസിൽ സൈഡ്സും ഈക്വലാണ്, ആംഗിളും ഈക്വലാണ്. ടെട്രാഗണൽ വരുമ്പോൾ ഏതെങ്കിലും 2 സൈഡ് ഈക്വൽ ആയിരിക്കും, മൂന്നാമത്തെ സൈഡ് വ്യത്യാസമായിരിക്കും, ആംഗിളെല്ലാം സെയിം 90 ഡിഗ്രി. ഓർത്തോറോംബിക്കിൻ്റെ പ്രത്യേകത 3 സൈഡും വ്യത്യാസമാണ്, ലെങ്തും ബ്രെഡ്ത്തും ഹൈറ്റും ഡിഫറൻറ്റ് വാല്യൂ വരാം, പക്ഷേ 3ൻ്റെയും ആംഗിൾ 90 ഡിഗ്രിയാണ്, അത് പരസ്പരം പെർപെൻഡിക്കുലർ ആണ്. നാലാമത്തത് ഹെക്സഗണൽ. ഹെക്സഗണലിൻ്റെ പ്രത്യേകത ഏതെങ്കിലും 2 സൈഡ് ഈക്വൽ ആയിരിക്കും, മൂന്നാമത്തെ സൈഡ് അൺഈക്വൽ ആണ്, 2 ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും, ഒരു ആംഗിൾ 120 ഡിഗ്രി ആയിരിക്കും. ട്രൈക്ലിനിക്കിൻ്റെ പ്രത്യേകത 3 ആക്സിസും വ്യത്യാസമായിരിക്കും, ലെങ്തും ബ്രെഡ്ത്തും ഹൈറ്റും വ്യത്യാസമായിരിക്കും. അതുപോലെ തന്നെ ദേ ആർ പെർപെൻഡിക്കുലർ അല്ലായിരിക്കും. ആൽഫ ബീറ്റ ഗാമ നോട്ട് ഈക്വൽ ടു 90 ഡിഗ്രി. ഇപ്പോൾ എ നോട്ട് ഈക്വൽ ടു ബി നോട്ട് ഈക്വൽ ടു സി, അതുപോലെ തന്നെ ആൽഫ നോട്ട് ഈക്വൽ ടു ബി നോട്ട് ഈക്വൽ ടു ഗാമ നോട്ട് ഈക്വൽ ടു 90 ഡിഗ്രി. എയും ബിയും സിയും വ്യത്യസ്ത ലെങ്ത് ആയിരിക്കും, അതുപോലെ തന്നെ ആൽഫ ബീറ്റ ഗാമ ആംഗിളും വ്യത്യാസമായിരിക്കും. ഇനി മോണോക്ലിനിക്കിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ലെങ്ത് വ്യത്യാസമായിരിക്കും. ഓൾ 3 ആക്സിസ് ആർ അൺഈക്വലിംഗ് ലെങ്ത്. ലെങ്തും ബ്രെഡ്ത്തും ഹൈറ്റും വ്യത്യാസമാണ്, 2 ആംഗിൾ 90 ഡിഗ്രിയാണ്, ഈക്വലാണ്, ഒരു ആംഗിൾ നോട്ട് ഈക്വൽ ടു 90 ഡിഗ്രി. ഇപ്പോൾ ഏതെങ്കിലും 2 ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും, മറ്റേ ആംഗിൾ വ്യത്യാസമായിരിക്കും. ഹെക്സഗണലും ഇതുപോലെ തന്നെയാണ്. ഹെക്സഗണലിൻ്റെ പക്ഷേ പ്രത്യേകത 2 സൈഡ് ഈക്വലാണ്, 2 ആംഗിൾ 90 ഡിഗ്രിയാണ്, ഒരു ആംഗിൾ 120 ഡിഗ്രിയാണ്. മോണോക്ലിനിക്കിൻ്റെ പ്രത്യേകത 3 സൈഡും വ്യത്യാസമാണ്, 2 ആംഗിൾ 90 ഡിഗ്രിയാണ്, പക്ഷേ മൂന്നാമത്തെ ആംഗിൾ 120 അല്ല, അത് നോട്ട് ഈക്വൽ ടു 90 ഡിഗ്രി, 90 ഡിഗ്രി ആയിരിക്കത്തില്ല. ഇനി റോംബോഹെഡ്രൽ അല്ലെങ്കിൽ ട്രൈഗണലിൻ്റെ പ്രത്യേകത 3 ലെങ്തും സെയിം ആണ്, അതായത് ലെങ്തും ബ്രെഡ്ത്തും ഹൈറ്റും എയും ബിയും സിയും ഈക്വലാണ്. ഇനി 3 ആംഗിളും ഈക്വലാണ്, ആൽഫയും ബീറ്റയും ഗാമയും ഈക്വലാണ്, പക്ഷേ അത് 90 ഡിഗ്രി ആയിരിക്കത്തില്ല. ആൾ 3 ആക്സിസ് ആർ ഓഫ് ഈക്വൽ ലെങ്ത്, നൺ ഓഫ് ദി ആക്സിസ് ഈസ് പെർപെൻഡിക്കുലർ ടു അനദർ. ഒരു ആക്സിസും മറ്റേ ആക്സിസുമായിട്ട് പെർപെൻഡിക്കുലർ അല്ല, അപ്പോൾ ആംഗിൾ സെയിം ആയിരിക്കും, പക്ഷേ അതിൻ്റെ വാല്യൂ ഒരിക്കലും 90 ഡിഗ്രി ആയിരിക്കത്തില്ല. ഇതാണ് 7 ടൈപ്സ് ഓഫ് പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ. അപ്പോൾ ഈ ക്ലാസ്സിൽ തൽക്കാലം ഇത്രയും മതി. ഈ പ്രിമിറ്റീവ് യൂണിറ്റ് സെല്ലിനെ കുറിച്ച് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ ഇന്ന് പഠിച്ച കാര്യങ്ങളൊന്ന് റിവൈസ് ചെയ്ത് നോക്കുക. നമ്മൾ ആദ്യം പഠിച്ചത് എന്താണ് ക്രിസ്റ്റൽ ലാറ്റിസ് എന്ന് പഠിച്ചു, എന്താണ് യൂണിറ്റ് സെൽ എന്ന് പഠിച്ചു. ഒരു ക്രിസ്റ്റൽ ഉണ്ടാക്കിയിരിക്കുന്ന ബിൽഡിംഗ് ബ്ലോക്കാണ് യൂണിറ്റ് സെൽ. ആ യൂണിറ്റ് സെല്ലിൻ്റെ ക്ലാസിഫിക്കേഷൻ പഠിച്ചു. 4 ടൈപ്പ്: പ്രിമിറ്റീവ്, ബോഡി സെൻറ്റേഡ്, ഫേസ് സെൻറ്റേഡ്, എൻ സെൻറ്റേഡ്. അങ്ങനെ 4 ടൈപ്പ് യൂണിറ്റ് സെല്ലുണ്ട്. ഇനി ആ പ്രിമിറ്റീവ് യൂണിറ്റ് സെല്ലിനെ നമുക്ക് 7 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം.
അതിൽ ഒന്ന് ക്യൂബിക് യൂണിറ്റ് സെൽ, രണ്ടാമത്തത് ടെട്രാഗണൽ, 3 ഓർത്തോറോംബിക്, 4 ഹെക്സഗണൽ, അഞ്ചാമത്തത് ട്രൈക്ലിനിക്, ആറാമത്തത് മോണോക്ലിനിക്, ഏഴാമത്തത് റോംബോഹെഡ്രൽ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. ഇപ്പോൾ ഇത് നന്നായിട്ടൊന്ന് പഠിച്ചു നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലാസ് കണ്ടതിന് ശേഷം ചോദിക്കാം.